നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള BEML അതായത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പാലക്കാട് കോംപ്ലക്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടെ കാണാം, പാലക്കാടാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വേക്കൻസി ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം, നിങ്ങൾക്ക് ഇവിടെ കാണാം. ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് കരാറടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല 4 വർഷത്തേക്കാണ് ഇതിൻ്റെ നിയമനം. അപ്പോൾ നമുക്ക് 4 വർഷത്തേക്ക് വേറെ ഒന്നും നോക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താണ് മറ്റു ഗവൺമെൻറ് എക്സാമുകളൊക്കെ എഴുതാം അതിൻ്റെ കൂടെ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കരാറടിസ്ഥാനത്തിലാണ് നമുക്ക് പെർമനൻ്റ് തന്നെ കിട്ടണമെന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് മേ ബി എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്ന വേക്കൻസികളൊക്കെ പെർമനൻറ്റ് വിളിക്കാറുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ എലിജിബിൾ അല്ലാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതൊക്കെ നിങ്ങൾ അതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, ഇപ്പം നമുക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ മേ ബി ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ജനറലായിട്ട് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മുടെ BEML നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, വോക്കിൻ ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക, അതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് കൂടെ കാണാം. ജൂനിയർ എക്സിക്യൂട്ടീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വേക്കൻസീസ് കൂടെ കാണാം. 10 വേക്കൻസിയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കിവിടെ കാണാം ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഒരു ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷനാണ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ്. മിനിമം നമുക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഗ്രാജുവേഷൻ നിങ്ങൾക്കിപ്പോൾ മെക്കാനിക്കൽ അതല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അലൈഡ് ഗ്രൂപ്പിൽ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അതിൻ്റെ അലൈഡ് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി, ബാക്കിയുള്ളവർക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കുന്ന കണ്ടീഷനാണ്. ഓക്കെ, ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ കൂടെ കാണാം, പാലക്കാട് കോംപ്ലക്സിലായിരിക്കും. 27 ഏജ് ലിമിറ്റ് വരുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 20 മിനിമം 18. അപ്പോൾ ഇതിൻ്റെ വോക്കിൻ സെലക്ഷൻ്റെ ആ ഒരു ഡേറ്റ് കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. അടുത്ത പോസ്റ്റോടെ കാണാൻ ജൂനിയർ എക്സിക്യൂട്ടീവ്. ഇതിൽ നമുക്ക് 7 വേക്കൻസിയാണുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മെക്കാനിക്കൽ, അതുപോലെ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലായിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഇവിടെ വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിലാണ്, 1 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്കാണ്. SC/ST OBC PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 55% മാർക്ക് മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. വേക്കൻസി വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ എല്ലാത്തിൻ്റെയും പോസ്റ്റിംഗ് ലൊക്കേഷൻ കൂടെ കാണാം, പാലക്കാട് തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തത് കുറഞ്ഞ വേക്കൻസി ആയിട്ടും 27 എല്ലാത്തിൻ്റെയും ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി OBC വേക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ 32 വയസ്സ് വരെയൊക്കെ റിലാക്സേഷൻ കിട്ടുന്നതാണ്. റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. പക്ഷേ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, എക്സ്പീരിയൻസ് വേണം. മിനിമം നമുക്കൊരു 1 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, എല്ലാ പോസ്റ്റിനും നമുക്ക് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ഒക്കെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിവിടെ കാണാം കാൻഡിഡേറ്റ് വിത്ത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം, നിങ്ങൾക്കിവിടെ കാണാം അലൈഡ് ബ്രാഞ്ചസ് ഓഫ് മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, പ്രൊഡക്ഷൻ, ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ്, ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അലൈഡ് ഗ്രൂപ്പുകൾ ഏതെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്നപ്പം ഇലക്ട്രിക്കലൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഒക്കെ ആണെങ്കിൽ മെക്കാനിക്കലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലൈഡ് ബ്രാഞ്ചസ് ഉണ്ട്. അത് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കാറ്റഗറി വൈസ് പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. SC-ക്ക് 3, ST-ക്ക് 1, OBC-ക്ക് 5, EWS-ന് 2, ജനറൽ അങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഫിക്സഡ് ടേം ആണെങ്കിലും ഇതിലേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 4 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. ആ 4 വർഷത്തിൽ ഇനീഷ്യലി 1 വർഷത്തേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഓരോ വർഷവും നിങ്ങളുടെ പെർഫോമൻസിനൊക്കെ അനുസരിച്ചായിരിക്കും പിന്നീട് നിങ്ങൾക്ക് തുടരണോ തുടരണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുന്നത്.
ഓക്കെ, അപ്പോൾ 4 വർഷത്തേക്കാണ് ടോട്ടലായിട്ടുള്ള പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പാലക്കാടായിരിക്കും നിയമനം, എങ്കിലും അത് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഓപ്ഷനും അവർ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ പേ സ്കെയിലും മറ്റു കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 28,000 പെർ മന്ത് കിട്ടും, സെക്കൻഡ് ഇയറിൽ 31,000 പെർ മന്ത്, തേർഡ് ഇയറിലേക്ക് വരുമ്പം 34,000 പെർ മന്ത്, ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോൾ 37,500 കിട്ടും. ഇതൊക്കെ കൂടാതെ തന്നെ നമുക്ക് ഈ യൂണിഫോം സ്റ്റിച്ചിങ്ങും അങ്ങനെ മറ്റു കുറച്ച് ചാർജുകളൊക്കെ ആയിട്ട് ഒരു 11,000 നമുക്ക് ആനുവലി എക്സ്ട്രാ നമുക്ക് കിട്ടും എമൗണ്ട്. ഇത്രയാണ് ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ്. ഇനി ഇതിലേക്ക് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു. ആ ഇൻ്റർവ്യൂ ഡേറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഫെബ്രുവരി 15, 2025 ഫെബ്രുവരി 15-നാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോകേണ്ടത്. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യേണ്ട. ഇതിൻ്റെ പോസ്റ്റിംഗ് കാണാൻ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ടൈം കണ്ടോ, റിപ്പോർട്ടിംഗ് ടൈം 9 AM, രാവിലെ 9 മണിക്ക് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യേണ്ട വെന്യൂ സ്ഥലം ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. BML ലിമിറ്റഡ് പാലക്കാട് കോംപ്ലക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. കിൻഫ്ര പാർക്ക് എന്ന് പറഞ്ഞിട്ട് മേനോൻ പാർക്ക് റോഡ് നിങ്ങൾക്ക് എന്താണ് കഞ്ചിക്കോടോ അങ്ങനെ എന്താണ് വരുന്നത് സ്ഥലപ്പേര്. ഈ നിങ്ങൾക്കൂടെ കാണാം പാലക്കാട് പിൻകോഡ്. ഇവിടെയാണ് നിങ്ങൾ എത്തേണ്ടത് കേട്ടോ. ഇതാണ് നിങ്ങളെ വെന്യൂ. നിങ്ങൾ ഇവിടെ എത്തുക. ഓക്കെ, ഈ ഡേറ്റിൽ 15 ഫെബ്രുവരി നിങ്ങൾ എത്താം. അതിന് മുന്നേ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൺലൈനായിട്ട് പ്രിൻ്റ് എടുത്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതെന്താണെന്ന് ടോട്ടലായിട്ട് ഞാൻ ലിസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, BMLൻ്റെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ഇതാണ് ഈ വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ വോക്കിൻ സെലക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ BML രജിസ്റ്റർ ചെയ്യുക, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ഫോട്ടോ, സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം കേട്ടോ അതിലേക്ക്. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് റെസ്യൂമേ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണം. അത് കൂടാതെ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കയ്യിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകണം എന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഈ പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ഐഡൻറ്റിറ്റി, നമുക്ക് ആധാർ കാർഡോ പാസ്പോർട്ടോ ലൈസൻസോ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഇനി അത് കൂടാതെ പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമ്മളെ ഏജ് പ്രൂഫിന് വേണ്ടി നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് SC ST OBC EWS PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രം അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കി അവരുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി അത് കൂടാതെ നമ്മൾ +2 പഠിച്ചിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഡിഗ്രി ആണല്ലോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ +2ലെ മാർക്ക് ഷീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതിന് ഇവിടെ BR BTech ആണല്ലോ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് BR BTechൻ്റെ മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ BR BTechൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഇല്ലെങ്കിലും പ്രൊഫഷണൽ ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പങ്കെടുക്കാം. ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ ഇതിൽ മിനിമം 60% മാർക്ക് വേണമെന്ന് പറയുന്നുണ്ടല്ലോ. ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ CGP അതായത് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ് കാണിക്കുന്നതെങ്കിൽ, അതായത് 6.7 അല്ലെങ്കിൽ 8 അങ്ങനെയൊക്കെ ഒരു പോയിൻ്റ് ആണ് ജസ്റ്റ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്യണം, അത് പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അധിക സർട്ടിഫിക്കറ്റിലും കൺസോൾട്ടേറ്റഡ് മാർക്ക് ഷീറ്റിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, കൺവേർഷൻ ഫോർമുല കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് CGPA ഇൻറ്റു എന്താണ് 10 അല്ലെങ്കിൽ 9.5 എന്നൊക്കെ ഉള്ള ഒരു നമ്പർ ഒരു ഇത് കൊടുത്തിട്ടുണ്ടാകും, ഒരു സൂത്രവാക്യം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റേണ്ടത്. നമ്മുടെ CGPA ഇട്ട് കൊടുക്കുക, ഇൻറ്റു 10 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക, കൺസോൾട്ടേറ്റ് സർട്ടിഫിക്കറ്റിൽ മാർക്ക് ഷീറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് CGPAൻ്റെ സർട്ടിഫിക്കറ്റ് കൺവേർഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, അതിനെ നിങ്ങൾ പ്രൂഫായിട്ട് കാണിച്ചാൽ മതി. ഇനി അങ്ങനെ യാതൊരുവിധ ഫോർമുലയും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടില്ല, കൺവേർട്ട് ചെയ്യുന്ന ഫോർമുല കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ CGPA നമ്മൾ പെർസെൻറ്റേജ് ആക്കുന്നതെന്ന് സർട്ടിഫൈ ചെയ്ത ഒരു ഫോർമുല നമ്മൾ വാങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു റൂൾ ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ വരുന്നത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് നമ്മൾ അതായത് അതിന് ഇറങ്ങിയ ഡേറ്റൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിരിക്കുന്ന ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ഡീറ്റെയിൽഡ് റെസ്യൂമയാണ്, നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമ നമ്മളുണ്ടായിരിക്കണം. പിന്നെ 3 പാസ്പോർട്ട്സ് ഫോട്ടോഗ്രാഫും ഉണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ കേട്ടോ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞു, നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് നിങ്ങളുടെ കാണാം, ഫെബ്രുവരി 5-നാണ് വന്നിരിക്കുന്നത്. ഇൻ്റർവ്യൂവിന് പോകേണ്ട ഡേറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫെബ്രുവരി 15-നാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. അതിന് മുൻപ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ഒരു ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു പേജിലേക്കാണ് വരിക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ കാണാം, BML റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് കാണാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം അപ്ലിക്കേഷൻ ഫോമിൻ്റെ ആ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതാണ് BMLൻ്റെ ലോഗോ ഒക്കെ നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ കാണാം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണം ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇവിടെ ആദ്യം നമുക്കിവിടെ ലോഗിൻ ബട്ടൺ ഉണ്ട്, രജിസ്റ്റർ ബട്ടൺ ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ബട്ടൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് എഗ്രി ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും കുറച്ച് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതൊന്ന് വായിക്കുക നമ്മൾ, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ജൂനിയർ എക്സിക്യൂട്ടീവ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണോ, ക്വാളിറ്റി ആണോ, സിവിലാണോ, ഏതായാലും നമ്മളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇൻ്റർവ്യൂ ഡേറ്റും വെന്യൂ ഒക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, ഇതിന് ശേഷം നിങ്ങളുടെ പേര്, ആധാർ കാർഡ് നമ്പർ, കാറ്റഗറി SC OBC, ജനറൽ ആണെങ്കിൽ ജനറൽ UR എന്നുള്ള സെലക്ട് ചെയ്യുക. PWD ശാരീരികമായ പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മെയിൽ ID കൊടുക്കുക. മെയിൽ ID ജസ്റ്റ് നമ്മൾ കൊടുത്തിട്ട് ജനറേറ്റ് OTP കൊടുത്താൽ നമ്മൾ മെയിലിലേക്ക് OTP വരും. അത് വെച്ച് നമ്മൾ എന്തെങ്കിലും അത് വെരിഫൈ ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, നമ്മൾ വീണ്ടും പാസ്വേഡ് റീ എൻട്രി ചെയ്യുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ എഡിറ്റിംഗ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയുള്ള റെക്കോർഡിംഗ് ആണ് ചെയ്യുന്നത്. അത് നേരെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ടൈപ്പ് ചെയ്യുന്നവരെ കാത്തിരിക്കേണ്ടി വരും. OTP ഒക്കെ അടിച്ച് കൊടുത്ത് വരുമ്പോൾ സമയം ഒരുപാടാവും. സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കൂടെ കാണാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിന് താഴെ കോൺടാക്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് പോയാൽ മതി, വളരെ സിമ്പിളാണ്, നിങ്ങളുടെ മൊബൈലൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ ഏറ്റവും താഴെ ഉണ്ടാവും ഫോളോവേഴ്സ് എന്നുള്ള, അതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.